കുടുംബജീവിതത്തിന്റെ ഇടയിൽ ചില പ്രശ്നങ്ങളിൽ ബന്ധുക്കളുടേതായ കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലയിടത്ത് മൗനം പാലിക്കേണ്ടി വരും. ചില ഖൈറുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. തന്റെ ഇളയ സഹോദരനായ ബിന്യാമീനെ തന്റെ കൂടെ നിർത്തുവാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രയോഗിച്ച ഒരു തന്ത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പാനപാത്രം അഥവാ ഭക്ഷണം അളക്കുന്ന ലിറ്റർ പാത്രം ഒരാളുടേതായ സഞ്ചിയിൽ കെട്ടിവെക്കുകയാണ്. എന്തിന്? ആ വ്യക്തി അത് മോഷ്ടിച്ചു എന്ന് വരുത്തി തീർത്താൽ ആ വ്യക്തിയെ ഇവിടെ തന്റെ കൂടെ നിർത്താമല്ലോ എന്ന നിലയ്ക്ക് ചരിത്രം നമുക്കറിയാവുന്നതാണ്. യൂസുഫ് അലൈഹിസ്സലാമിന് താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ സഹോദരനെ കൂടെ നിർത്താൻ പ്രയോഗിച്ച ഒരു തന്ത്രമായിരുന്നു അത്. അവസാനം ആ തന്ത്രം അതവിടെ വിജയിച്ചു. സഹോദരങ്ങൾക്കിടയിൽ ചർച്ചയായി. ഓരോരുത്തരുടെയും ചാക്കുകൾ കെട്ടഴിച്ചു നോക്കുമ്പോൾ ബിന്യാമീനിന്റെ അരിച്ചാക്കിൽ അവിടെ അളക്കുന്ന പാത്രം കണ്ടെത്തി. ഇനിയാണ് സംഭവം. ആ സമയത്ത് കണ്ടോ, മോഷ്ടിച്ചു എന്നാണല്ലോ ഇപ്പൊ ഇവിടെ ബോധ്യമാകുന്നത്. ആ സമയത്ത് ഈ സഹോദരങ്ങൾ യൂസുഫിനോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട് അലൈഹിസ്സലാം. ഖാലു ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ. ഈ യസ്രിഖ് ഇവൻ മോഷ്ടിച്ചില്ലേ, അപ്പൊ ഇവനാണ് മോഷ്ടിച്ചത് എന്ന് യൂസുഫെ നിങ്ങൾക്ക് ബോധ്യമായില്ലേ? അത് ഇവന്റെ പാരമ്പര്യമാണ്, അത് ഇവന്റെ പണ്ടേ പാരമ്പര്യമാണ്. ഈ യസ്രിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ. ഇവന് മുമ്പ് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അവനും മോഷണം പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന്. ചിന്തിക്കൂ സഹോദരന്മാരെ, ആരോടായി പറയുന്നത്? യൂസുഫ് അലൈഹിസ്സലാമിനോടാ പറയുന്നത്. യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ചായി ഇപ്പൊ ഈ സഹോദരങ്ങൾ പറയുന്നത്. ചെയ്യേണ്ടതെല്ലാം ദുൽമകൾ ചെറുപ്പകാലത്ത് ചെയ്തു, എന്നിട്ടും ഒരു മോശവും വരുത്തുന്നില്ല. ഇപ്പോഴും ദുരാരോപണത്തിന് യൂസുഫും മോഷ്ടാവായിരുന്നു എന്നാണ് അവർ യൂസുഫ് അലൈഹിസ്സലാമിനോട് തന്നെ ആളറിയാതെ സംസാരിക്കുന്നത്. ആ സമയത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, യൂസുഫ് അലൈഹിസ്സലാം സ്വീകരിച്ച ഒരു തന്ത്രം. ഫഅസറഹാ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും ഖാല അൻതും ശർറും മകാന. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മനസ്സിലെ സങ്കടം അവിടെ ഒളിപ്പിച്ചു വെച്ചു. അതിന് സഹോദരങ്ങളോട് മറുപടി പറഞ്ഞില്ല. വലം യുബ്ദിഹാ ലഹും, സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അതിശക്തമായി മറുപടി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ വലം യുബ്ദിഹാ ലഹും, അതവരോട് വെളിപ്പെടുത്താതെ യൂസുഫ് അലൈഹിസ്സലാം അവിടെ സംസാരിക്കാതെ മൗനം പാലിച്ചു. മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഖാല അൻതും ശർറും മകാന, ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ നിങ്ങൾക്ക്? ഇപ്പോഴും ഈ മോശപ്പെട്ട ചിന്താഗതി കൊണ്ട് നടക്കുകയാണ് അല്ലേ എന്ന രൂപത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആത്മഗതം പറഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. എന്താണ് ഇതിലടങ്ങിയ പാഠം? അതവിടെ ഞാനാരടോ യൂസുഫ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എല്ലാ തന്ത്രങ്ങളും പാളും. അവിടെ ബിന്യാമീനിനെ കൂടെ നിർത്തുവാനുള്ള എല്ലാ തന്ത്രങ്ങളും അവിടെ വേരറ്റു പോകും. അതുകൊണ്ട് തന്നെയാണ് യൂസുഫ് അലൈഹിസ്സലാം അവിടെ സംസാരിക്കാതിരുന്നത്. എന്താണ് അതിലെ പാഠം? ചിലയിടത്ത് നമുക്ക് സംസാരിക്കാൻ ന്യായമുണ്ടായിരിക്കും, പക്ഷേ അവിടെ സംസാരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മസ്ലഹത്തിനേക്കാൾ സംസാരിച്ചാൽ ഉണ്ടാകുന്ന മഫ്സദത്ത്, കുഴപ്പമായിരിക്കും അധികമാവുക. അത്തരം ഘട്ടങ്ങളിൽ പഠിച്ച് സംസാരിക്കണം എന്നർത്ഥം. അതാണ് ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നത്.